സാലറിക്ക് കിട്ടിയിട്ട് ഏകദേശം മാസം 10-ാം തീയതിക്ക് ആകുമ്പോഴേക്കും കീശ കാലിയാകുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ സാധാരണ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി വല്ല ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫ്രീലാൻസിങ് ചെയ്യാം, ഓവർ ടൈം വർക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ കിട്ടിയ പൈസ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെ പലപ്പോഴും കയ്യിൽ കാശില്ലാതാക്കുന്നതെന്ന് പറഞ്ഞാലോ? അതും വളരെ വലിയൊരു സത്യമാണ്. ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല എന്നല്ല. അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ വരുമാനമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, ഫ്രീലാൻസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ഹസിൽ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഈ പണം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ, ഉണ്ടായ പൈസയൊക്കെ തന്നെ തീർന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും എല്ലാവർക്കും ഫേസ് ചെയ്യുന്നതാണ്. അതായത് എങ്ങനെയാണ്, ഏതിലൂടെയാണ് പോകുന്നത് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു പൈസ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് വാനിഷ് ആയി പോവുക എന്നുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ബഡ്ജറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര രൂപ നമ്മൾ ചിലവഴിക്കും എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കാത്തതിലൂടെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കണക്കില്ലാതെ പൈസ പോവും. ആ മെയിനിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോലുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ, അതായത് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ അക്കൗണ്ട് പൈസ ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിൽ നമ്മളിങ്ങനെ കാശ് അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ക്യാഷ് നമ്മൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നുള്ള മെസ്സേജ് ഫോൺ കാണുമ്പോഴായിരിക്കും അയ്യോ കയ്യിൽ പൈസ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. മറ്റൊരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ നമ്മൾക്ക് ലോണുകളായിട്ടും മറ്റ് ചിലവുകളായിട്ടും പോകുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ നമ്മളധികം ശ്രദ്ധിക്കാതെ തന്നെ ഒരുപാട് ചിലവഴിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ എമൗണ്ട് കയ്യിൽ നിന്നും നമ്മൾ ഒരു മാസം നിന്ന് ചിലവാക്കേണ്ടി വരികയും പിന്നീട് മാസം അവസാനം ആകുമ്പോഴേക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റ് ആളുകളോടോ പണം കടം വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻസ് വലിയ രീതിയിൽ മോശമായി എഫക്റ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെന്താ ചിന്തിക്കുക, ഓക്കെ ആദ്യം ചിലവഴിക്കുക, പിന്നീട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഒരു 90% ആളുകൾക്കും ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു മാസം കുറച്ച് സമയം ആകുമ്പോഴേക്കും നമ്മളെ കയ്യിൽ മാറ്റവും കാശൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, നമ്മളെ കയ്യിൽ സേവിങ്സും ഉണ്ടാകത്തില്ല, ഒരു എമർജൻസി ഫണ്ടും ഉണ്ടാവില്ല. അപ്പോൾ പണം കിട്ടിയിട്ട്, അതായത് ഒരു 10,000 രൂപ നമ്മൾ സാലറി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അതിലൊരു 1000 രൂപ മാറ്റി വയ്ക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ശ്രമിക്കുക. അതായത് 1000 രൂപ മാറ്റി വെച്ച് ബാക്കി 9,000 രൂപയ്ക്ക് നമ്മളൊരു മാസം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിലൊരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മളെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ പണമില്ലായ്മയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കും. കാരണം ഒരുപാട് സ്പെഷ്യൽ ഓഫറുകൾ തരുന്നതിലൂടെ നമ്മൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മൾക്ക് സാധനം കിട്ടി. ഇപ്പോൾ ഇൻ കേസ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ EMI ഇട്ടോ ക്രെഡിറ്റ് കാർഡ് വെച്ചോ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, പിന്നീട് അത് അടക്കാനാവുമ്പോഴായിരിക്കും നമ്മളെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നുള്ള ഒരു തോട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹസിലാണ്. നമ്മൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിൽ 1-2 തവണ ഒന്ന് ചിന്തിച്ചതിന് ശേഷം അത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്കന്നേരം വീണ്ടും ഒരു റീകോൾ വരും. ഓക്കെ ഇതെനിക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഫൈനാൻസിന് അല്ലെങ്കിൽ എൻ്റെ സാലറി എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ നമുക്ക് ഈ പണം കയ്യിൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പണം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നൊരു റൂളുണ്ട്. അതായത് 50-30-20 റൂള്. അതായത് ഈ 50-30-20 റൂൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സാലറി അല്ലെങ്കിൽ വരുമാനം നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആ കിട്ടുന്ന എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ 50-30-20 റൂൾ എന്ന് പറയുന്നത്. അതിൽ 50 എന്ന് പറയുന്നത് 50% നമ്മളുടെ നീഡ്സ്, അതായത് ഫുഡ്, അതുപോലെ തന്നെ റെൻറ്റ്, ബിൽസും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 50% നമുക്ക് യൂസ് ചെയ്യാം. 30% എന്ന് പറയുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാൻ
വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യും. അതുപോലെ ഡൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭക്ഷണം പുറത്തുപോയി കഴിക്കാൻ വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി 30% യൂസ് ചെയ്യാം. ബാക്കിയുള്ള 20% നിർബന്ധമായിട്ട് നമ്മൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കൊരു പരിധി വരെ ഈ പണം കയ്യിൽ വെക്കാം, സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി സമ്പാദിക്കുക എന്നുള്ളതല്ല, മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ ലോകത്തുള്ള ഏതൊരു കോടീശ്വരനായിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാലും അവർ മിക്കവാറും ബിസിനസ് തുടങ്ങാനുള്ള പൈസ അവർ കടം വാങ്ങിച്ചിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പക്ഷെ അവരെന്തുകൊണ്ടാണ് അതിൽ രക്ഷപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ വെറും ലാഭം കൊണ്ട് മാത്രമല്ല, നമ്മൾ എടുത്ത കടം എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാമെന്ന് ചിന്തിക്കുന്നതിലൂടെ, അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അവിടെ മണി മാനേജ്മെൻറ്റ് നടത്തുന്നതിലൂടെ അവർ സമ്പത്ത് ആവുന്നുണ്ട്, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ലെവലിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ഇന്നിപ്പോൾ എത്ര തീയതി? 3-ാം തീയതിയാണ്, 2-ാം തീയതി അല്ലേ, 2-3-ാം തീയതി. അപ്പോൾ ഈ ദിവസം മിക്കവാറും സാലറി കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരുപാട് കടങ്ങളുള്ള ആളുകളാണെങ്കിൽ കടം പെട്ടെന്ന് തീർക്കാൻ നോക്കുക. അല്ലാതെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ കിട്ടിയ സാലറിയിൽ നിന്ന് ഒരു 15% അല്ലെങ്കിൽ 20% നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുന്നതിന് പ്രശ്നമില്ല. അക്കൗണ്ടിൽ ഈ പറയുന്ന UPI ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ATM കാർഡോ നിങ്ങളെ കയ്യിൽ വെക്കേണ്ട. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് മറന്ന് കളഞ്ഞേക്കുക. നമുക്ക് ഈ SIP പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇപ്പം ആപ്പുകളിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുപോലെ SIP ചെയ്ത് വെക്കുക. അതായത് നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിൻ്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക്, UPI എനേബിൾ ആവാത്ത കാർഡുകൾ അധികം യൂസ് ചെയ്യേണ്ടാത്ത ഒരു അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എമൗണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് അവിടെ കിടന്നോളും. എന്തെങ്കിലും ഇൻ കേസ് ഒരു ജോലി പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. അതും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മളിത് ചിന്തിക്കാത്തൊരു കാര്യമാണ്. പണം ഉണ്ടാക്കുന്നതിന് വലിയ പ്രശ്നമില്ല, അത് മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പണം മാനേജ് ചെയ്ത് പഠിക്കുക. ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളും ഇന്ന് മുതൽ തന്നെ പണം സേവ് ചെയ്ത് തുടങ്ങുക. അടുത്ത വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്.